ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു മാക്സ് ബൈ ഗൂഗിൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വേറെ ഒന്നല്ല, ഈ കഴിഞ്ഞ NTPCയുടെ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദിസ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്? എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വിത്ത് സൈഡ്സ് 56, 42, 70 is rotated about the side of 56 centimeter to form a cone. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു കോണിന്റെ ഷേപ്പിലായി മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. സോ നമുക്കറിയാം, ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്നുള്ളത് അറിയാം. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ മെഷർമെന്റ്സ് ആണ് തന്നിട്ടുള്ളത് 56, 42, 70. നമുക്കറിയാം 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അതാണ് ഏറ്റവും വലിയ സൈഡ്, നീളം കൂടിയ സൈഡ്. അതായത് 70 സെന്റിമീറ്റർ ആണ് നീളം കൂടിയ സൈഡ്. അതുപോലെ തന്നെ ബാക്കിയുള്ള സൈഡുകൾ എന്ന് പറയുന്നത് 42 ഉണ്ട്, അതുപോലെ തന്നെ 56 ഉണ്ട്. ഇവിടെ പറയുന്നത് 56 സെന്റിമീറ്റർ നീളമുള്ള വശത്തിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഒരു ആക്സിസിനെ വെച്ചിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. 56 എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ബേസ് അല്ലെങ്കിൽ ആ ഒരു ആക്സിസ് 56 എന്ന് പറയുന്ന ആക്സിസിൽ നിർത്തിക്കൊണ്ടായിരിക്കും ആ ട്രയാംഗിളിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഈ 56 സെന്റിമീറ്റർ വരുന്ന ഈ ആക്സിസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും, അനങ്ങുന്നില്ല. ബാക്കിയുള്ള ഈ ഭാഗമാണ്, ഈ രണ്ട് പോർഷനാണ് എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോഴെന്തായി മാറും? അതൊരു കോണിക്കൽ ഷേപ്പായി മാറും. കോണിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം എങ്ങനെ വരും? ഇങ്ങനെയായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് മനസ്സിലാക്കാം, കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നതാണ് 42 ആയിട്ട് വരുന്നത്. കോണിന്റെ ഹൈറ്റ് ആണ് 56 ആയിട്ട് വരുന്നത്. കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ് 70 ആയിട്ട് വരുന്നത്. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം πr × r+l ആണ്. ഇതിനെ നമുക്ക് പൈയുടെ വാല്യൂ അറിയാം, പക്ഷെ എല്ലാ ഓപ്ഷനിലും പൈനെ അതുപോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പൈനെ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇടാം. π × റേഡിയസ് എത്രയാണ്? 42 ആണ്. ഇൻറ്റു 42 പ്ലസ് സ്ലാൻഡ് ഹൈറ്റ് എന്താണ്? 70 ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ്. സോ 70നെ നമ്മൾ ആഡ് ചെയ്യുന്നു. ക്ലിയർ ആണ്? സോ ഇവിടെ എന്ത് വരും? നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താനായിട്ട് 42 + 72 എന്ന് പറയുന്നത് എത്രയാ? നമുക്കറിയാം, ഇവിടെ π × 42 ഉണ്ട്. ഇൻറ്റു 42 + 72 എന്ന് പറയുമ്പോൾ 112 ആണ്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്താണ്? പൈ എന്തായാലും ആൻസറിൽ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? 2 × 2 എന്ന് പറയുന്ന, അതായത് ഈ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡിജിറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തായിരിക്കും? 4 ആയിരിക്കും. 2 × 2 എന്ന് പറയുന്നത് ആൻസറിന്റെ അവസാന ഡിജിറ്റ് 4 ആയിരിക്കും. പിന്നെ പൈ ഉണ്ടായിരിക്കും. സോ 4ഉം പൈയും ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് ഈ രണ്ട് വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് ഒബ്സർവ് ദ ലാസ്റ്റ് ഡിജിറ്റ്. ലാസ്റ്റ് ഡിജിറ്റിനെ മാത്രം ഒബ്സർവ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എന്താണ്? 2 × 2 4 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. 4 ലാസ്റ്റ് ഡിജിറ്റ് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നത് കോണായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ക്വസ്റ്റ്യനിൽ കോണാന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനുകളിൽ കോണാണെന്ന് പറയില്ല. ഒരു ഫിഗർ ഫോം ചെയ്യുന്നു, അതിന്റെ ഏരിയയോ അല്ലെങ്കിൽ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയയോ അതിന്റെ വോളിയം ഒക്കെ ആയിരിക്കും കാണാനായിട്ട് പറയുക. സോ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ റൊട്ടേറ്റ് ചെയ്താൽ ഫോം ചെയ്യുന്നത് കോണാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? സോ ദ നെക്സ്റ്റ് വൺ, ദ സം ഓഫ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ക്യൂബോയിഡ്. ക്യൂബോയിഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 38. സമ്മാണ് തന്നിട്ടുള്ളത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടിയിട്ടുള്ള സമ്മ് 38 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് ഡയഗണൽ 22 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ക്യൂബോയിഡിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളിലെ ഒന്നാണ് അതിന്റെ സം ഓഫ് സൈഡും ഡയഗണലും ടോട്ടൽ സർഫസ് ഏരിയയും തമ്മിലുള്ള റിലേഷൻ. നമുക്കത് നോക്കാം. അതായത് സം ഓഫ് സൈഡ് എന്ന് പറയുമ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ഹൈറ്റ്, അതാണല്ലോ തന്നിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് a+b². എന്താണ് a+b² എന്ന് പറയുമ്പോൾ എയുടെ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ പ്ലസ് സിയുടെ സ്ക്വയർ പ്ലസ് ഇവിടെ എയും ബിയും സിക്കും പകരം എല്ലും ബിയും എച്ചും ആണ്, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇൻറ്റു 2 × എന്താണ്? LB, അതായത് AB പ്ലസ് BC പ്ലസ് AC, അതാണല്ലോ. അതായത് LB പ്ലസ് BH പ്ലസ് LH എന്ന് പറയുന്ന ഇതായിരിക്കും അതിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്.
ഇതിലെ ഓരോ ടേമുകൾക്കും അല്ലെങ്കിൽ ഓരോ സെറ്റ് ഓഫ് ടേമുകൾക്കും പ്രത്യേകം വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേകം പേരുകൾ ഉണ്ട്. നമുക്കറിയാം എൽ പ്ലസ് ബി പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എന്താ, സം ഓഫ് സൈഡ്സ് ആണ് അല്ലെ, സൈഡുകളുടെ സമ്മാണ്, ക്യൂബിന്റെ സൈഡുകളുടെ സമ്മാണ് എൽ പ്ലസ് ബി പ്ലസ് എച്ച്. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പറയുന്ന എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ നമുക്കറിയണം, ഡയഗണൽ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. അതായത് ക്യൂബോയിഡിന്റെ ഡയഗണലിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ഈ ഡയഗണലിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? നമ്മൾ മനസ്സിലാക്കണം, ഡയഗണലിനെ സ്ക്വയർ ചെയ്താൽ ഈ റൂട്ട് പോയി കിട്ടും അല്ലെ, ഈ റൂട്ട് പോയിട്ട് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആയിരിക്കും. അതായത് ഇവിടെ പറയുന്ന എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ക്യൂബോയിഡിന്റെ ഡയഗണൽ ആണ്. സോ നോട്ട് ദിസ് വൺ, ക്യൂബോയിഡിന്റെ ഡയഗണലിന്റെ സ്ക്വയർ ആണ്, ഡയഗണലിന്റെ സ്ക്വയർ ആയിരിക്കും. പ്ലസ് എടാ നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 2 into LB പ്ലസ് BH പ്ലസ് LH ആണ്. സോ ദിസ് ഇസ് വാട്ട് ടോട്ടൽ സർഫസ് ഏരിയ. ഷോർട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ TSA എന്ന് എഴുതാം, ടോട്ടൽ സർഫസ് ഏരിയ. സോ ഇവിടെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ വാല്യൂസ് ആണ്. നമുക്കറിയാം സം ഓഫ് സൈഡ് എന്ന് പറയുന്നത് 38 ആണ്. സോ 38ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഡയഗണലിന്റെ സ്ക്വയർ, ഡയഗണൽ എത്രയാണ്? 22. 22ന്റെ സ്ക്വയർ പ്ലസ് ടോട്ടൽ സർഫസ് ഏരിയ. ഇതിലെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയനെ അവിടെ നിർത്തിയിട്ട് 22ന്റെ സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്താൽ എന്ത് വരും? ദ ആൻസർ ഇസ് വാട്ട്? 38 സ്ക്വയർ മൈനസ് 22 സ്ക്വയർ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് ഒബ്സർവ് ചെയ്തോ. 8ന്റെ സ്ക്വയർ എത്രയാ? 8ന്റെ സ്ക്വയർ 8 64, 4 ആയിരിക്കും അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ്. മൈനസ് 22ലെ 2ന്റെ സ്ക്വയർ എത്രയാ? 4 തന്നെ. സോ 4 മൈനസ് 4 വരുന്ന 0 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി അല്ല, ഇതിൽ രണ്ടിലും ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് മനസ്സിലാക്കണം, അപ്പോൾ എന്താണ്, നമുക്ക് എന്തായാലും കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. 38 സ്ക്വയർ മൈനസ് 22 സ്ക്വയർ. എടാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്തറിയാം നമുക്ക്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. മനസ്സിലാക്കണം കേട്ടോ. 38 സ്ക്വയർ പ്ലസ് 38 സ്ക്വയർ മൈനസ് 22 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? അപ്പോ എന്ത് വരും? ഇതിന്റെ ആൻസർ നമുക്ക് ഇവിടെ എഴുതാം കേട്ടോ. 38 സ്ക്വയർ മൈനസ് 22 സ്ക്വയർ എന്ന് പറയുമ്പോൾ 38 പ്ലസ് 22 ഇൻറ്റു 38 മൈനസ് 22 വരും. ഓക്കെ അല്ലേ? 38 പ്ലസ് 22 എന്ന് പറയുമ്പോൾ എന്താ, എത്ര വരിക? 60 വരും. സോ 60 ഇൻറ്റു 38 മൈനസ് 22 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 16 ആയിരിക്കും. 6 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ 96 ആണ്. 960 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു എക്സ്പ്രഷൻ മറക്കരുത്. സം ഓഫ് സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഡയഗണൽ സ്ക്വയർ പ്ലസ് ടോട്ടൽ സർഫസ് ഏരിയ ആയിരിക്കും ക്യൂബോയിഡിന്റെ കേസിൽ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. റിപ്പീറ്റ് ചെയ്ത് പല ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് NTPC ഗ്രാജുവേറ്റ് ലെവലിന് ചോദിച്ചു, അണ്ടർ ഗ്രാജുവേറ്റിന് ചോദിച്ചു, ഇതേ ക്വസ്റ്റ്യൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് ചോദിച്ചു കേട്ടോ. സോ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ഇനി വരാൻ പോകുന്ന NTPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും JEDയും എല്ലാ എക്സാമുകൾക്കും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും മനസ്സിലാക്കി വയ്ക്കുക. സോ എന്താണ് വരുന്നത് ഈ ക്വസ്റ്റ്യൻ? എന്താ വരുന്നത്? ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആണ് പറയുന്നത്. അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ 5280 ആണ്. ആൻഡ് ഇറ്റ്സ് ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 21 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കണം. നമുക്കറിയാം വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അറിയാം. വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് ആണ് വോളിയം അല്ലേ? സിലിണ്ടറിന്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച് ആണ്. 6 റേഡിയസ്, എച്ച് സിലിണ്ടറിന്റെ ഹൈറ്റ്. ഓക്കെ ഫൈൻ. നമുക്കിവിടെ തന്നിട്ടുള്ളത് കർവ്ഡ് സർഫസ് ഏരിയ ആണ് തന്നിട്ടുള്ളത്. എടാ വോളിയത്തിനെ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഒരു ടേമിൽ, അല്ലെങ്കിൽ വോളിയത്തിനെ കർവ്ഡ് സർഫസ് ഏരിയ ഒരു ടേം ആയിട്ടുള്ള എക്സ്പ്രഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാനായിട്ട് പറ്റും. ലിസൺ, വോളിയം നമുക്കറിയാം. കർവ്ഡ് സർഫസ് ഏരിയ എന്താ? കർവ്ഡ് സർഫസ് ഏരിയ CSA എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം 2πRH ആണ് കർവ്ഡ് സർഫസ് ഏരിയ. സോ ഇവിടെ മനസ്സിലാക്കാം നമുക്ക് വോളിയം ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്, പൈ ഇൻറ്റു ആർ ഇൻറ്റു എച്ച്. ഈ ആറിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇത് തന്നെയാണല്ലോ പൈ ആർ സ്ക്വയർ എച്ച്. അതെ, ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡും ചെയ്യുന്നു. അപ്പൊ എഫക്റ്റീവ്ലി നോ ചേഞ്ച്. അതാണല്ലോ അല്ലെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒരു പ്രശ്നമില്ല. എടാ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം 2πRH എന്ന് പറഞ്ഞാൽ എന്താ? 2πRH എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഇസ് ഈക്വൽ ടു എന്താണ്? 2πRH എന്ന് പറയുമ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. കർവ്ഡ് സർഫസ് ഏരിയ ഇൻറ്റു ഇവിടെ എന്തുണ്ട്? റേഡിയസ് ഉണ്ട്.
ഡിവൈഡഡ് ബൈ 2 ഉണ്ടല്ലോ, ഡിവൈഡഡ് ബൈ 2 നമുക്ക് 1/2 ഇടാം. ദിസ് ഈസ് വാട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് കർവ്ഡ് സർഫസ് ഏരിയ. വോളിയം കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, റിലേഷൻ ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു കർവ്ഡ് സർഫസ് ഏരിയ ഇൻറ്റു റേഡിയസ് ആയിരിക്കും. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ഇവിടെ പറയുന്നത് എന്താണ്? വോളിയം ആണ് കാണേണ്ടത്. വോളിയം ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഹാഫ് ഇൻറ്റു കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ്? 5280 ആണ്. ഇൻറ്റു എന്താണ് റേഡിയസ് എത്രയാ? ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 21 ആണ്. സോ 21. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? വെട്ടിക്കളഞ്ഞാൽ എന്ത് വരും? എടാ ഈ 2 എന്ന് പറയുന്നത് ഇവിടെ വെട്ടിക്കളഞ്ഞാൽ നമുക്കറിയാം 2640. ഓക്കെ ആണല്ലോ? സോ ഇവിടെ വോളിയം കാണണം 2640. അതായത് നമുക്ക് എന്ത് വരും? ലാസ്റ്റ് 0 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. ഇതിലെല്ലാം എല്ലാത്തിലും 0 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 1 ഉണ്ട്. അതായത് 40 ആണ് ലാസ്റ്റ് വരിക അല്ലേ? 26, ശ്രദ്ധിച്ച് കേട്ടോട്ടാ, 2640 ഇൻറ്റു 21 ആണ് ആൻസർ. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ്. അതിന് മുമ്പുള്ള ഡിജിറ്റ് എന്താണ്? 4 ഇൻറ്റു 1, 40 ആണ് ലാസ്റ്റ് വരിക. 40 ആണ്. സോ ഓപ്ഷൻ എയും അല്ല ബിയും അല്ല, 40. എടാ ഈ 26/4 നോക്കി നോക്കിയേ. 26/4 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം, 26/4 എന്ന് പറയുമ്പോൾ 2 + 4 6 ആണ്. 6 - 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 ആണ്. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ആൻസറും കിട്ടുന്ന ആൻസറും എന്തായിരിക്കും? എടാ 2640 എന്ന് പറയുന്ന ഈ സംഖ്യ 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ ടോട്ടൽ ആൻസർ എന്തായിരിക്കും? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 11ന്റെ മൾട്ടിപ്പിൾ ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ മനസ്സിലാക്കുക, 5 + 4 5 + 4 9. ഓപ്ഷൻ സി 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 5 + 4 9, 9 - 4 5. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ ബി, സോറി ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 554040 എന്ന് പറയുന്നതായിരിക്കും ഇതിന്റെ വോളിയം ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആണ്. എക്സാക്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പലതരത്തിലുള്ള അപ്രോക്സിമേഷൻസും പല സംഖ്യകളുടെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക, ഏതാണ് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് നോക്കുക. ഇങ്ങനെയുള്ള മെത്തേഡുകൾ വഴിയാണ് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ചെയ്താൽ ടൈം കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് തന്നെ സമയം കുറച്ച് അപ്രോക്സിമേഷനും ഇത്തരത്തിലുള്ള മെത്തേഡുകളും ട്രിക്കുകളും ഒക്കെ മനസ്സിലാക്കി വെക്കുക, വളരെയധികം ഉപകാരപ്പെടും. സോ ദ നെക്സ്റ്റ് വൺ, a sector is formed by circular arc with a radius of 9 cm subtending 18° angle at the center. What is its perimeter? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യനും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഒരു സർക്കിൾ, നമുക്കറിയാം ഇതാണ് ഒരു സെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്താണ്? ഇത് റേഡിയസ് ആണ്, കാരണം ഇത് സെന്റർ ആണ്. ഇത് ആർക്കിന്റെ ലെങ്ത് ആണ് ഇതെന്ന് പറയുന്നത്, ആർക്കിന്റെ ലെങ്ത് ആണ്. ഇതാണ് അവിടെ സെന്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ആർക്കിന്റെ ലെങ്ത് എല്ലാം തന്നിട്ടുണ്ട്. ആർക്ക് ലെങ്ത് അല്ല, റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ്? റേഡിയസ് 9 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്ടെൻഡിങ് ആംഗിൾ 18° ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ആണ് കാണേണ്ടത്. എടാ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ അത് ഏത് ഫിഗർ വേണമെങ്കിലും ആയിക്കോട്ടെ, പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള അളവ്. ഇവിടെ ആർക്കാരാ? ആർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ചുറ്റുമുള്ള അളവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 9 എന്ന് പറയുന്ന റേഡിയസ്. ഇവിടെ ഒരു റേഡിയസ് ഉണ്ട് അല്ലെ? എടാ ഇത് റേഡിയസ് ആണ് കേട്ടോ, മനസ്സിലാക്കി വെക്കണം. 9 എന്ന് ഞാൻ ഇവിടെ എഴുതിയത് റേഡിയസ് ആണ്. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്താ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് ആണല്ലോ. ഇതല്ല ചുറ്റുമുള്ള അളവ് എന്ന് പറയുന്നത്. ഇതാണ് ചുറ്റുമുള്ള അളവ്. അതായത് റേഡിയസ് പ്ലസ് എൽ, അതായത് 2 റേഡിയസ് പ്ലസ് ആർക്ക് ലെങ്ത്. എൽ എന്ന് പറയുന്നത് എന്താ? ആ ആർക്കിന്റെ ലെങ്ത് ആണ് എൽ. അതും കൂടെ ആഡ് ചെയ്താൽ പെരിമീറ്റർ കിട്ടും. ഇവിടെ റേഡിയസ് 9 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് 9 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇവിടെ 2r + l. എൽ എന്ന് പറയുന്നത് എന്താ? എൽ എന്ന് പറയുന്നത് മനസ്സിലാക്കിയ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ θ / 360 ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ഇതാണ് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ. സോ നമുക്ക് എന്ത് കാണണം? 2r + l കാണണം. അതിനാദ്യം l കണ്ടുപിടിക്കണം. l എന്ന് പറയുന്നത് ഇതാണല്ലോ. θ എന്ന് പറയുന്നത് എത്രയാണ്? 18° ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2πr. 2 ഇൻറ്റു പൈന് എന്തായിട്ട് എടുക്കണം? 3.14 എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3.14 ഇൻറ്റു റേഡിയസ് എത്ര? 9 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? വെട്ടിക്കളയാനുള്ളതിനൊക്കെ വെട്ടിക്കളയാ. 18 36 2 തവണ, 360 20 തവണ. ഓക്കെ അല്ലേ? 2 എന്ന് പറയുന്നത് 20 10 തവണ. ക്ലിയർ ആണ്? സോ വളരെ സിമ്പിൾ ആണ്. നോക്കിക്കോ, ഇവിടെ നോക്ക്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 9 ഇൻറ്റു 3 എത്രയാ? 9 3 27 ആണ്. 27 ആണ്. ഈ 3.14 ഉള്ളത് കൊണ്ട് 28ലേക്ക് എടുത്തോ, കുഴപ്പമില്ല, എന്നാലും പ്രശ്നമില്ല.
28 ആണെങ്കിൽ 28 പോയിന്റ് സംതിങ് ആണ് വരിക, 28 പോയിന്റ് സംതിങ് ഡിവൈഡഡ് ബൈ എന്തുണ്ട് 10 ഉണ്ടല്ലോ, ഡിവൈഡഡ് ബൈ 10 ഉണ്ട്. അതായത് എന്തായിരിക്കും 2.8 എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും ഇതിൽ കിട്ടുക. 2.8, അതായത് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 2.8 ആണ്. മനസ്സിലാക്കുക, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ 2r പ്ലസ് എൽ ആണ് പെരിമീറ്റർ. 2r എന്ന് പറയുമ്പോൾ 2 ടൈംസ് ഓഫ് റേഡിയസ്, 2 ടൈംസ് ഓഫ് റേഡിയസ് എന്ന് പറയുമ്പോൾ റേഡിയസ് 9 ആയതുകൊണ്ട് 18 ആണ് 2r പ്ലസ് 2.8 എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ. സോ ദിസ് ഈസ് വാട്ട് 20.8 എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ് വാല്യൂലേക്ക് വരും. ഓപ്ഷൻ ഡി മാത്രമാണ് അത്രയും ക്ലോസ് ആയിട്ടുള്ള വാല്യൂ. സോ ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ആണ്, ഓർത്ത് വെക്കുക. ഇത്രയും ലെങ്തി സ്റ്റെപ്പുകളിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ലെങ്തി ആയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ്. എക്സാമിനേഷൻ ഹാളിലെ സിംഗിൾ ലൈനിൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ദിസ് ഈസ് എ മെത്തേഡ് ആൻഡ് നോട്ട് ദിസ് വൺ. സോ ദ നെക്സ്റ്റ് വൺ എന്താണ് വരുന്നത്? വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റീവ് ആയിട്ടും കോൺസെപ്റ്റ് മനസ്സിലാവാത്ത പോലെയൊക്കെ തോന്നുന്ന ഒരു ടൈപ്പാണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ. എ ഹോളോ സ്ഫെറിക്കൽ ഷെൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽ ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഈസ് ഗിവൺ. ഈ ഡെൻസിറ്റി കാണുമ്പോൾ മനസ്സിലാവണം ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. സെന്റിമീറ്റർ ക്യൂബ് എന്നൊക്കെ പറയുന്നത് എന്താണ്? വോളിയത്തിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റേഡിയൈ ആർ 8 and 11. വാട്ട് ഈസ് ദ മാസ് ഓഫ് ദ ഷെൽ? അതായത് ഹോളോ സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ അതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം. വോളിയം എന്ന് പറയുന്നത് സ്ഫിയറിന്റെ വോളിയം 4/3 πr ക്യൂബ് ആണ്. സ്ഫിയറിന്റെ 4/3 πr ക്യൂബ് ആണ്. പക്ഷെ അത് ഷെല്ലാവുമ്പോൾ മനസ്സിലാക്കുക 2 റേഡിയസ് ഉണ്ടായിരിക്കും, എക്സ്റ്റേണൽ റേഡിയസും ഇന്റേണൽ റേഡിയസും. എക്സ്റ്റേണൽ റേഡിയസ് r ആയതുകൊണ്ട് തന്നെ r ക്യൂബ്, ഇന്റേണൽ റേഡിയസ് സ്മോൾ r ആയതുകൊണ്ട് സ്മോൾ r ക്യൂബ്. ഇതായിരിക്കും ആ ഹോളോ ആയിട്ടുള്ള സ്ഫെറിക്കൽ ഷെല്ലിന്റെ വോളിയം. ഓക്കെ, നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ മാസ് ഓഫ് ദ ഷെൽ? മാസ് ഓഫ് ദ ഷെൽ, മാസ് ഓഫ് ദ ഷെൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, മാസ് m എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. മാസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കിലോഗ്രാമിലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ്. ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് ഉള്ളത് അല്ലെ. ഡെൻസിറ്റിനെ നമുക്ക് വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം എന്താ? വോളിയം എപ്പോഴും എന്തായിരിക്കും? ഇവിടെ സെന്റിമീറ്റർ ക്യൂബിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ സെന്റിമീറ്റർ ക്യൂബും ഈ സെന്റിമീറ്ററും വെട്ടിപ്പോയിട്ട് എന്ത് വരും? ഗ്രാമിലുള്ള അതിന്റെ വെയിറ്റ് കിട്ടും. അതായത് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡെൻസിറ്റിനെയും വോളിയത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വെയിറ്റ് ഗ്രാമിൽ കിട്ടും. ഗ്രാമിൽ കിട്ടിയ വെയിറ്റിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ സിമ്പിൾ അല്ലേ? ഡിവൈഡഡ് ബൈ 1000, ഡിവൈഡഡ് ബൈ 1000, അത്രേ ഉള്ളൂ. സോ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആദ്യം വോളിയം കാണണം. വോളിയം 4/3 പൈ ഉണ്ടല്ലോ, പൈനെ നമ്മൾ 22/7 ഇൻറ്റു r ക്യൂബ്. എക്സ്റ്റേണൽ റേഡിയസ് എത്രയാണ്? എക്സ്റ്റേണൽ റേഡിയസും ഇന്റേണൽ റേഡിയസും ഉണ്ട്. എക്സ്റ്റേണൽ റേഡിയസ് 11 ആണ്, 11ന്റെ ക്യൂബ് മൈനസ് 8ന്റെ ക്യൂബ്. ഇതാണ് വോളിയം. ഈ വോളിയത്തിനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? വോളിയത്തിനെ ഡെൻസിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഡെൻസിറ്റി എത്ര? 15 ആണല്ലോ, 15 ആണ് ഡെൻസിറ്റി. മനസ്സിലാക്കുക, ഈ 15 ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തിലായിരിക്കും? ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലായിരിക്കും. ഇവിടെ വോളിയം കിട്ടുന്നത് കൊണ്ട് ഈ വോളിയത്തിന്റെ യൂണിറ്റും സെന്റിമീറ്റർ ക്യൂബും വെട്ടിപ്പോയി ഗ്രാമിലായിരിക്കും എന്ത് കിട്ടുക? നമുക്ക് വെയിറ്റ് കിട്ടുക. ഈ ഗ്രാമിൽ കിട്ടുന്ന വെയിറ്റിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് ആക്കാനായിട്ട് ഡിവൈഡഡ് ബൈ 1000 ഇവിടെ നിന്ന് തന്നെ ചെയ്തു പോവാലോ. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴാണ് എന്ത് കിട്ടുക? കിലോഗ്രാമിലുള്ള വെയിറ്റ് കിട്ടുക. ഇത് കിലോഗ്രാമിലായിരിക്കും വെയിറ്റ്. ക്ലിയർ അല്ലേ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ നമുക്ക് ഗ്രാമിലുള്ള മാസ് കിട്ടും. ആ മാസിനെ കിലോഗ്രാമിലേക്ക് ആക്കാനായിട്ട് ഡിവൈഡഡ് ബൈ 1000, ദാറ്റ്സ് ഇനഫ്. ഓക്കെ, സോ ഇവിടെ എന്താ വരുന്നത്? വെട്ടിക്കളയണല്ലോ. വെട്ടിക്കളയണം, ഓഫ് കോഴ്സ് വെട്ടിക്കളയണം. നമുക്ക് മനസ്സിലാക്കുക ഇവിടെ ഏതൊക്കെയാണുള്ളത്? 4 ഉണ്ട്, 15 ഉണ്ട് അല്ലെ. 4 × 15 എന്ന് പറയുമ്പോൾ 60 ആണ്. 60-ലെ ഒരു 0 ഇവിടെ വെട്ടിപ്പോയി, ബാക്കി എന്തുണ്ട്? 6 ഉണ്ട്. 3 എന്ന് പറയുന്നത് 6-ലെ 2 തവണയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ എങ്ങനെ വേണമെങ്കിലും വെട്ടിക്കളയാട്ടോ. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും 22 ഉണ്ട്, 2 ഉണ്ട് അല്ലെ. പിന്നെ വരുന്നത് 11 ക്യൂബ് മൈനസ് 8 ക്യൂബാണ്. എടാ മനസ്സിലാക്കുക, 11 ക്യൂബ് എന്ന് പറയുമ്പോൾ 1331, 8 ക്യൂബ് എന്ന് പറയുമ്പോൾ 512. അതായത് എന്ത് വരും? 9, 1, 8, 819 വരും. അതായത് 11 ക്യൂബ് മൈനസ് 8 ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 22/7 ഇൻറ്റു എത്രയാണ്? 819 ഇൻറ്റു 2/100 ഇതാണല്ലോ. അതായത് എന്തായാലും നമുക്ക് 7 എന്ന് പറയുന്നത് ഇതിലെ വെട്ടിക്കളയിലെ എത്ര തവണയാ? 11, 12 തവണ പോയില്ല. 11 തവണയാകുമ്പോൾ 77, 4, 49 ആണ് 117. എടാ ശ്രദ്ധിച്ച് നോക്കിക്കോ, ഫോക്കസ് ഓൺ ദ ലാസ്റ്റ് ഡിജിറ്റ്. എത്രയാണ്? 2 × 7 എത്രയാണ്? 14.
14 4 2 എത്രയാണ് 8. ലാസ്റ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. 2 ഡെസിമൽ പ്ലേസ് ഉണ്ടായിരിക്കും, കാരണം ഡിവൈഡഡ് ബൈ 100 ആണ്. എല്ലാത്തിലും 2 ഡെസിമൽ പ്ലേസ് ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. ഓപ്ഷൻ എയുമല്ല ബിയുമല്ല. ലാസ്റ്റ് ഡിജിറ്റ് 8 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യണം? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, 22ന്റെ മൾട്ടിപ്പിൾ ആണിത് അല്ലെ. ആൻസർ 22ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് 5 + 4 9, 8 + 1 9. യെസ്, 9 - 9 0. സി ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 + 4 8, 8 + 8 16. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ജസ്റ്റ് ഒബ്സർവ് ദ ലാസ്റ്റ് ഡിജിറ്റ് ആൻഡ് എന്ത് ചെയ്യണം? 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കുക. ഇത്രയുള്ള സിമ്പിൾ ആണ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് വൺ. നോക്കാം എന്താ വരുന്നത്. ദ റേഡിയസ് ഓഫ് ബേസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ ക്ലോസ്ഡ് സിലിണ്ടർ. ബേസ് ഉണ്ട്, അതുപോലെ തന്നെ ബേസും അതുപോലെ റേഡിയസ് ഓഫ് ബേസും അതുപോലെ തന്നെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. ഇഫ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ, ഫൈൻഡ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ കാണണം. കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട് 924 ആണെന്ന്. ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കുക, ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. എടാ, എന്താണ് ഈ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 2πr × r+h. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? നമുക്കറിയാം 2πrh ആയിരിക്കും കർവ്ഡ് സർഫസ് ഏരിയ. നമുക്ക് തന്നിട്ടുള്ളത് റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഇതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ, ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 2πrഉം 2πrഉം വെട്ടിപ്പോയി. എന്ത് വരും? ടോട്ടൽ സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ r+h ഡിവൈഡഡ് ബൈ എന്താണ്? h ആണ്. മനസ്സിലാക്കണം കേട്ടോ. r+h ഡിവൈഡഡ് ബൈ h ആണ്. അതായത് നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ റേഡിയസ് ഒരു r/h തന്നിട്ടുണ്ട്. r/h എന്താ? 1:3 ആണ്. ഓക്കെ, സോ r എന്ന് പറയുന്നത് 1, h എന്ന് പറയുന്നത് 3. r എന്ന് പറയുന്നത് 1, h എന്ന് പറയുന്നത് 3. h എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. r എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. h എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. സോ ദ റേഷ്യോ എന്ത് വരും? 1 + 3, 4 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 വരും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ കർവ്ഡ് സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ 4 ആണെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ 3 ആയിരിക്കും. ഓക്കെ അല്ലേ? വളരെ വളരെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മനസ്സിലാക്കണം. സോ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ 924 തന്നിട്ടുണ്ട്. കർവ്ഡ് സർഫസ് ഏരിയ എന്താ? ഡിനോമിനേറ്ററിലുള്ളതാണ്. ഡിനോമിനേറ്ററിലുള്ളതാണ് കർവ്ഡ് സർഫസ് ഏരിയ. ദിസ് ഇസ് വാട്ട്? 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 924 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദ്യം. ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? 4 യൂണിറ്റ് ആണ്. 4 യൂണിറ്റ് എത്ര എന്നാണ് ചോദ്യം. എടാ, 3 യൂണിറ്റ് 924. 3നെ എന്ത് ചെയ്താലാണ് 924 ആവുക? അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാ? 3നെ 924നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 308. 308 ആണ് 1 യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 3നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 308 കൊണ്ടാണ്. അതേ 308 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12, 1200 വരും. 4 × 8 32. അതായത് എന്ത് വരും? 12 32 എന്ന് പറയുന്നതാണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് മനസ്സിലാക്കി വെക്കണം. ടോട്ടൽ സർഫസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയും തമ്മിലുള്ള റേഷ്യോ കണ്ടാൽ r+h ഡിവൈഡഡ് ബൈ h എന്നുള്ള ഫോർമാറ്റിൽ വരും. അതുവഴി സിമ്പിൾ ആയിട്ട് കാണാം, ഇമ്പോർട്ടന്റ് ആണ്. സോ ദ നെക്സ്റ്റ് വൺ, സീ ദിസ് വൺ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. കാണുമ്പോൾ ഭയങ്കര ലെങ്ത് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ആയിരിക്കും എന്നുള്ളതാണ് വസ്തുത. ലെങ്ത് ഓഫ് ബേസ് ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ബേസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്ക്വയർ. ഒരു സ്ക്വയറിന്റെ പെരിമീറ്ററിന് തുല്യമാണ്. ആ സ്ക്വയറിന്റെ ഡയഗണൽ 7√2 ആണ്. ഡയഗണൽ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക a√2 ആണ് ഡയഗണൽ. അതായത് 7√2 ആണ് അതിന്റെ ഡയഗണൽ എങ്കിൽ a എന്ന് പറയുന്നത് എന്ത് വരും? a എന്ന് പറയുന്നത് നമുക്ക് 7 ആയിട്ട് എടുക്കാം. സ്ക്വയറിന്റെ സൈഡ് 7 ആണ്, മനസ്സിലാക്കണം. സ്ക്വയറിന്റെ സൈഡ് 7 ആണ്. ഓക്കെ, ആൻഡ് കറസ്പോണ്ടിങ് ഹൈറ്റ്. ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ ഹൂസ് ഏരിയ ഈസ് 169. 169 ഏരിയ ആയിട്ടുള്ള ഒരു സ്ക്വയർ. അതായത് മനസ്സിലാക്കാം, ഇത് a സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൈഡ് എന്ത് വരും? a സ്ക്വയർ 169 ആണെങ്കിൽ 13ന്റെ സ്ക്വയർ ആണ് 169. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അതായത് മനസ്സിലാക്കുക, സൈഡ് 7 കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്വയറിന്റെ സൈഡ് 7 കിട്ടിയിട്ടുണ്ട്. അതിന്റെ പെരിമീറ്റർ ആണ് എന്ത്? ആ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത്. അതായത് ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്ന ബി എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ പെരിമീറ്റർ. ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 7 × 4 28 ആണ് ഇതിന്റെ പെരിമീറ്റർ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ
ഈ സ്ക്വയറിന്റെ സൈഡിന് ഈക്വൽ ആണ്. സ്ക്വയറിന്റെ സൈഡ് 13 ആണ്, അതിന്റെ സൈഡിന് ഈക്വൽ ആണ് ഹൈറ്റ്, 13 ആണ് ഹൈറ്റ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ്. ഏതെങ്കിലും ഒരു ഹൈറ്റ് അല്ല, ആ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ്. സോ ദാറ്റ് ഈസ് വാട്ട് ഹാഫ് ഇൻറ്റു ബേസ്. എത്രയാ? ബേസ് എന്ന് പറയുന്നത് 28 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് വാട്ട് 28 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 13 ആണ്. സോ നമുക്ക് 2 ക്യാൻസൽഡ് ഹിയർ 14 ടൈംസ് 4 ഇൻറ്റു 14 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ എത്രയാ? എത്ര വരും? 13ന്റെ സ്ക്വയർ 169. 169നേക്കാൾ വലിയ വാല്യൂ 182. ഓപ്ഷൻ ബി 182. ലാസ്റ്റ് ഡിജിറ്റ് 2 തന്നെയാണ്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. സോ ദ നെക്സ്റ്റ് വൺ, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് 4 വാൾസ്. 4 വാളുകളുടെ ഓഫ് ക്യൂബ്. ക്യൂബിന്റെ ഒരു വാൾ എന്ന് പറയുമ്പോൾ ഒരു സർഫസ് ആണ്. അങ്ങനെ 4 സർഫസിനെ തന്നെയാണ് 4 വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത് A² ആണ്. 4 സർഫസിന്റെ ആവുമ്പോൾ 4A² ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 4A² ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? എ എന്ന് പറയുമ്പോൾ എന്താണ്? സൈഡ് ആണ്, എഡ്ജ് ആണ്. ഓക്കെ അല്ലേ? സോ എഡ്ജിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്താ കണ്ടുപിടിക്കണ്ടേ? 4 ഇൻറ്റു, ശ്രദ്ധിക്കണേ, 4 ഇൻറ്റു എന്ത് കണ്ടുപിടിക്കണം? 4 ഇൻറ്റു നമുക്ക് ഈ സൈഡിൽ എഴുതാം കേട്ടോ. 4 ഇൻറ്റു A². A² എന്ന് പറയുമ്പോൾ എന്താണ്? 3x പ്ലസ് 8y പ്ലസ് 5 എന്ന് പറയുന്നതിന്റെ സ്ക്വയർ ആണ് A². ക്ലിയർ ആണല്ലോ? സോ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. നേരെ പോയിട്ട് A പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഒന്നും കണ്ടുപിടിക്കരുത്. എന്ത് ചെയ്യുക? ജസ്റ്റ് ഒബ്സർവ്. നമുക്കറിയാം 4 ഇൻറ്റു 4 ഇവിടെ ഇൻറ്റു ഉണ്ട്. 4 ഇൻറ്റു A പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ആണ്. A പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം A² ഉണ്ടായിരിക്കും. അതായത് 3x സ്ക്വയർ എന്ന് പറയുമ്പോൾ 9x². 9x² 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 36x² ഉണ്ടായിരിക്കും. എല്ലാ ഓപ്ഷനിലും 36x² ഉണ്ട്. 36x² ഉണ്ട്. ഓക്കെ, അടുത്ത ടൈം എടുക്കാം. 8y എന്ന് പറയുമ്പോൾ ബി ആണ്. B² ഉണ്ടായിരിക്കും. അതായത് 64y² ഉണ്ടായിരിക്കും. അതിനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 മൾട്ടിപ്ലൈ ചെയ്യണം. 64 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 240ഉം 16ഉം 256. 256 y² എന്തായാലും ഉണ്ടായിരിക്കും. 256 ആണോ ഇവിടെ? അല്ല, ഓപ്ഷൻ എ അല്ല. ബാക്കി എല്ലാത്തിലും 256 y² ആണോ? ഡിയിൽ അല്ല, ഡിയിലും അല്ല. ഓപ്ഷൻ ബി അല്ലെങ്കിൽ സി ആയിരിക്കും. അടുത്തത് എടുക്കാം. 5² 5² എടുത്താൽ 25. 25 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 25 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 100. 100 എല്ലാത്തിലും വരുന്നുണ്ട്. 100 ഈ രണ്ടെണ്ണത്തിലുണ്ട്. അതെടുത്തിട്ട് കാര്യമില്ല. ബാക്കിയുള്ളത് നോക്കാം നമുക്ക്. എന്താ വരുന്നത്? ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ഇത് വരും അല്ലേ? 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 8. 3 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 8×3 24. 24 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 48. 48നെ ഈ 4 മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അതെ, 160, 32, 192. 192 ആണ് ഈ രണ്ട് ഓപ്ഷനിലും. അപ്പോൾ അത് എടുത്തിട്ട് കാര്യമില്ല. അടുത്ത നോക്കാം. 8y. ശ്രദ്ധിച്ചോ, എന്താണ്? 8y ഇൻറ്റു 5 എന്ത് വരും? 40 വരും. 40y അല്ലെ? 40yനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം 2bc ആണല്ലോ. അതായത് 80y വരും. 80yനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് 320y വരും. ഈ 320y വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ എത്രയാണ്? 160y ആണ്. അതല്ല, ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെയുള്ള ശരി ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അല്ലാതെ എല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഓരോ ടേമും സ്ക്വയറും മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ ഏതിലേക്കാണ് വരുന്നത്? ആ വാല്യൂസ്, ആ ടേമുകൾ വരുന്ന ഓപ്ഷൻ ഏതാണ്? ആ ടേമുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് എ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണ്. സോൾവ് ദിസ് വൺ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിസൺ. ദ ലോങ്സ്റ്റ് ഡയഗണൽ ഓഫ് എ ക്യൂബ് മെഷേഴ്സ് 15 cm. Then what is the total surface area of the cube? ക്യൂബിന്റെ ഡയഗണൽ 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം A√3 ആണ് ക്യൂബിന്റെ ഡയഗണൽ. ദാറ്റ് ഈസ് വാട്ട് 15. അങ്ങനെയാണെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് 15 ഡിവൈഡഡ് ബൈ √3 ആയിരിക്കും. ഓക്കെ അല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? 6A² ആണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് നമുക്കറിയാം. 6 സർഫസുകൾ ഉണ്ട്. ഓരോ സർഫസും സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഏരിയ A², 6 സർഫസിന്റെ ഏരിയ 6A². ഓക്കെ അല്ലേ? സോ 6 ഇൻറ്റു A² എന്താ? 15 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ √3 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. √3യും 3 ആണ്. 3 ക്യാൻസൽഡ് ഇൻ 6 2 ടൈംസ്. 15 ഇൻറ്റു 15 225. 225 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 450 ആയിരിക്കും ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വെരി സിമ്പിൾ, വെരി ഈസി, ആൻഡ് ദിസ് ഈസ് എ കോൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക.
ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഇതെല്ലാം പഠിക്കണം. ഇതേ പാറ്റേണിലായിരിക്കും, ഇതേ ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി എഴുതാൻ പോകുന്ന NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രൂപ്പ് D എക്സാമുകൾക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താണെങ്കിൽ മുൻ വർഷങ്ങളിൽ, അതായത് മുൻ വർഷങ്ങളിൽ നിന്നല്ല, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്. കാരണം ഇത്തരം ക്വസ്റ്റ്യൻസിലൊക്കെ ആയിരിക്കും നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ വെച്ചിട്ട് ലോക്ക് ആവുക. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കും എല്ലാവർക്കും കിട്ടുന്ന മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടുക. കാരണം ഇത് അധികം പേരും ചെയ്യില്ല. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ചെയ്യാനുള്ള കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റീവ് അല്ല, കുറച്ച് കൺസെപ്റ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചിന്തിക്കണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമ്മളിവിടെ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇതിന്റെ PDF കിട്ടണമെങ്കിൽ മാത്സ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, ഈ ക്ലാസ്സുകളെ കുറിച്ചിട്ട് മുന്നെടുത്തിട്ടുള്ള ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം. മാത്രമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് മെൻസുറേഷന്റെ ഞാൻ ഓൾജിബ്ര ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓൾജിബ്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ മെൻസുറേഷനിലെ ഇതേ ടൈപ്പ്, ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് വേണമെന്ന് റിക്വസ്റ്റ് യൂട്യൂബിൽ വന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. സോ നമുക്ക് യൂട്യൂബിൽ ഈ വീഡിയോന് താഴെ തന്നെ ഇനി ഏതൊക്കെ ടോപ്പിക്കുകളുടെ ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ യെസ്, ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ ആൻഡ് താങ്ക് യു. ബൈ.